IAS നേടാൻ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പൂജ ഖേദ്കറിന്റെ IAS റദ്ദാക്കും. പരീക്ഷയ്ക്കുള്ള അപേക്ഷയിൽ തന്നെ തട്ടിപ്പ് നടന്നതായി UPSC കണ്ടെത്തി. ഭാവിയിൽ പരീക്ഷകൾ എഴുതാൻ അനുവദിക്കില്ല. പൂജ ഖേദ്കറിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, കടുത്ത നടപടി തന്നെ വരുന്നു, വിവരങ്ങൾ. 2 തവണ പൂജ ഖേദ്കർ IAS പരീക്ഷ, സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ശ്രമത്തിൽ IAS നേടാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ശ്രമത്തിലാണ് ഈ ചില മുൻഗണന കൂടി പരിഗണിച്ച് അവർക്ക് IAS കിട്ടുന്നത്. എന്നാൽ ഈ 2 തവണയും അപേക്ഷാ ഫോമിൽ പോലും വ്യക്തിഗത വിവരങ്ങൾ നൽകിയതിൽ വലിയ പൊരുത്തക്കേടുകളാണ് UPSC കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ അപേക്ഷയിൽ നിന്ന് പോലും തട്ടിപ്പ് തുടങ്ങുന്നു എന്നതാണ് UPSCയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നതാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ UPSC അറിയിക്കുന്നതും. ആദ്യഘട്ടത്തിൽ പോലീസിന് പരാതി നൽകുകയാണ് UPSC ചെയ്യുന്നത്. FIR കേസിൽ ക്രിമിനൽ നടപടി പൂജ ഖേദ്കർ നേരിടേണ്ടി വരും. രണ്ടാമതായി UPSC ഇവരെ മറ്റു പരീക്ഷകൾ, ഭാവിയിൽ പരീക്ഷകൾ എഴുതുന്നതിൽ നിന്ന് തടയുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള IAS പദവി അത് റദ്ദാക്കും. പക്ഷേ അതിന് മുന്നോടിയായി ഇതിന്റെ നടപടിക്രമം എന്നുള്ള രീതിയിൽ അവരോടൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകി മറുപടി തേടേണ്ടതുണ്ട്. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ IAS റദ്ദാക്കും. പിന്നീട് ഭാവിയിൽ UPSC പരീക്ഷകൾ എഴുതാൻ കഴിയാത്ത വിധം അവരെ തടയും എന്നതാണ് UPSC അറിയിക്കുന്നത്. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പൂജ ഖേദ്കർ ഏതായാലും പോവുകയാണ്. തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ സാമ്പത്തികമായി പിന്നോക്കമെന്ന സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷിക്കാരിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, ഇതിലൊക്കെ തന്നെ വ്യാജമായി തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് UPSCക്ക് ഈ നിഗമനമുണ്ട്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഇതിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇതുകൂടി പരിഗണിച്ചാണ് മഹാരാഷ്ട്രയിലെ പരിശീലനം അവസാനിപ്പിച്ച് മസൂറിയിലെ അക്കാദമിയിലേക്ക് വരാൻ വേണ്ടി UPSC നേരത്തെ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് IAS പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പൂജയ്ക്ക് മാത്രമല്ല, പൂജയുടെ അമ്മയ്ക്ക് മേലും വലിയ കുരുക്ക് മുറുകുകയാണ്. തോക്ക് ചൂണ്ടി കർഷകരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് അവർ അറസ്റ്റിലായത്. ഏതായാലും ഇപ്പോൾ നാളെ വരെ അവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയുമാണ്. കോടതി അവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഒപ്പം അമ്മയുടെ പേരിലുള്ള ഒരു സ്ഥാപനം അത് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് പിംപ്രി ചിഞ്ചുവാദ് കോർപ്പറേഷൻ ആ സ്ഥാപനം ഇന്ന് പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്.